വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പല്ലിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കിയായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ ചാനൽ അല്ലെങ്കിൽ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ആരും നോക്കുകയേ വേണ്ട, കാരണം കറണ്ട് പോയതുകൊണ്ട് ഞാൻ കുറച്ച് വെട്ടം കിട്ടുന്ന ഒരു ഏരിയയിലേക്ക് മാറിയിരുന്നേക്കുന്നതാണ്. അതായത് വിൻഡോ സൈഡിലാണ് വന്നിരിക്കുന്നത്. അപ്പം ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇങ്ങനെയായി കേട്ടോ. അപ്പോൾ അതൊന്നും ആരും കണക്കാക്കിയേ വേണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇപ്പം നമ്മൾ പല്ലിൽ കമ്പി ഇട്ടിട്ട് ഒരു 9 മന്ത് കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതുവരെ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. പിന്നെ കഴിഞ്ഞ വീഡിയോയുടെ ഇടയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അതിനും കൂടിയുള്ള റീപ്ലൈ കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് ആദ്യം വന്നൊരു കമൻറ്റിനുള്ള റീപ്ലൈ പറയാം കേട്ടോ. അപ്പോൾ ഒരു കമൻറ്റിൽ വന്നിട്ട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എത്ര നാളത്തേന് കമ്പി ഇടണം എന്നുള്ളത്. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 ഇയർ, ഒരു 1.5 വർഷത്തേക്കാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ പല്ലിൻ്റെ ഒരു രീതി അനുസരിച്ചിരിക്കും എത്രത്തോളം ഇടണം എന്നുള്ളത്. പലർക്കും വ്യത്യാസമായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് ഒരാൾക്ക് 1.5 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആൾക്കും അങ്ങനെ തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ അവരുടെ പല്ല് കുറച്ചുകൂടി കയറി ഇറങ്ങിയൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നാൾ നീളം കിട്ടുമോ പല്ലിൽ കമ്പി ഇടുന്നത്. അപ്പോൾ അതുകൂടി ഒന്ന് പറഞ്ഞേക്കാന്ന് വിചാരിച്ചു. നമ്മൾ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചു കഴിയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ ഇനി നമ്മുടെ കാര്യത്തിലേക്ക് പോയേക്കാം. അപ്പം നമ്മളിപ്പോൾ പല്ലിൽ കമ്പി ഇട്ടതിന് ശേഷം 9 മന്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പല്ലിൽ ഇങ്ങനെ ഈ ഒരു സ്ഥലത്ത് പല്ല് കുറച്ച് ചെരിഞ്ഞായതുകൊണ്ട് അതൊന്ന് കയറി വരാനായിട്ട് കുറച്ച് കമ്പിയും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചേക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് ഓക്കെ ആയി വന്നു കേട്ടോ. അപ്പോൾ ആ ഒരു നിലയിലെ പല്ലെല്ലാം കയറി വന്നിട്ടുണ്ട്, മേളിലത്തെ പല്ലും എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യാനുള്ളതേ ഉള്ളൂ. ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. പല്ല് നല്ല സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ 9 മന്ത് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കിനും കമ്പി മുറുക്കാൻ പോയി കഴിഞ്ഞിട്ട് വന്നപ്പോൾ നല്ല വേദനയായിരുന്നു കേട്ടോ. കാരണം ഈ ഒരു പല്ല് നല്ല പൊങ്ങിയതായിരുന്നതുകൊണ്ട് അത്രയും ഭാഗത്തെ പല്ലിനും ഭയങ്കര വേദനയായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു കേട്ടോ. ശവയ്ക്കൊക്കെ ചെയ്യുമ്പോഴത്തേനും ഞാൻ ഈ ഒരു സൈഡ് ഉപയോഗിക്കാറില്ല, ഈ ഒരു സൈഡിൽ മാത്രം ഇട്ടിട്ടാണ് ഫുഡ് കഴിച്ചിട്ടൊക്കെ ഇരുന്നത്. അപ്പോൾ അങ്ങനെ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊരു ഒരാഴ്ചത്തേക്കേ ഉള്ളായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അതങ്ങ് മാറി നമ്മൾ പഴയതുപോലൊക്കെ ആയി നമ്മൾ ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു 9 മന്ത് കൊണ്ട് വന്നിരിക്കുന്ന കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ ആദ്യം പല്ലിൽ കമ്പി ഇട്ട സമയത്ത് നമ്മുടെ വായിൽ നിറയെ ഇങ്ങനെ പൊട്ടുമായിരുന്നു കേട്ടോ. കമ്പി ഇങ്ങനെ കുത്തിയിട്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ തൊലികളൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഇത്രത്തോളം നാളായപ്പോഴത്തേക്കിനും ആ ഒരു ഇതൊക്കെ മാറി കേട്ടോ. നമ്മുടെ പല്ല് കുറച്ച് ഒതുങ്ങിയത് കൊണ്ടായിരിക്കാം കമ്പി ഒത്തിരി തട്ടുന്നില്ല. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറിയിട്ടുണ്ട്. സ്റ്റുഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊരു 1 ഇയറൊക്കെ ആകും കേട്ടോ കമ്പി ഇട്ടിട്ട്. എന്നോടൊരു 1.5 വർഷമാണ് പറഞ്ഞേക്കുന്നത്. ഗ്യാപ്പ് ഇതുവരെയും ഫില്ലായി വന്നിട്ടില്ല. ഈ ഒരു സൈഡിലത്തെ ഗ്യാപ്പ് അത്യാവശ്യം കുറച്ച് ഫില്ലായി വരുന്നുണ്ട്. ബാക്കിയുള്ളതൊന്നും അത്ര ഓക്കെ ആയിട്ടില്ല കേട്ടോ. പഴയതുപോലെ തന്നെ ഇരിക്കുന്നത്. ആ ഒരു സൈഡിലെ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഈ ഒരു 1.5 വർഷമൊക്കെ വേണമായിരിക്കും എന്ന് തോന്നുന്നു. അതും എനിക്കറിയില്ല. ഇനി അടുത്ത വീഡിയോ നമ്മൾ പറയുന്നത് ഗ്യാപ്പ് ഫില്ലാകുന്നതിനെ കുറിച്ചൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് അറിയില്ല, വീഡിയോസൊക്കെ കണ്ട് കൂടെ വരണവരുണ്ടെങ്കിൽ. അപ്പോൾ അടുത്ത വീഡിയോ ഇനി വരുന്നത് അങ്ങനെ ആയിരിക്കും കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നാൽ മാത്രമേ ഇന്ന് വീഡിയോസൊക്കെ കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നാണെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾക്കൊക്കെ ഉറപ്പായിട്ട് റീപ്ലൈ തന്നേക്കാം കേട്ടോ. അതല്ല ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ റീപ്ലൈ തരാനുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഇതേപോലെ വീഡിയോ ആയിട്ട് തന്നെ ഇട്ടേക്കാം കേട്ടോ. അതിനിപ്പോൾ ഒരാളെ ചോദിച്ചെന്നുണ്ടെങ്കിലും ആ ഒരാൾക്ക് വേണ്ടി ഞാൻ വീഡിയോ ആക്കി തന്നെ ഇട്ടേക്കും കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വേറെ വീഡിയോയിലൂടെ കാണാം. ടാറ്റാ.